ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഫണ്ട്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് 5 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ 5 ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട് മ്യൂച്വൽ ഫണ്ടിനകത്ത്. ഇക്വിറ്റി ഫണ്ട്സ്, അതുപോലെ ഡെറ്റ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട്, ഇൻഡെക്സ് അല്ലെങ്കിൽ ETF ഫണ്ട്സ്, അല്ലെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഓറിയന്റഡ് ഫണ്ട്സ്. അപ്പൊ ഈ 5 കാറ്റഗറിയിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെയിൻ കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇക്വിറ്റി ഫണ്ട്സ് എന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ലോങ് ടേമിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അലോക്കേഷൻസും ചെയ്യാറുള്ളത് ഇക്വിറ്റി ഫണ്ട്സിലോട്ടാണ്. കാരണം ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഒരു കമ്പനിയുടെ സ്റ്റോക്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു കമ്പനി എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു കമ്പനിയിൽ മാത്രമല്ല, നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഫണ്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്കീമിന്റെ അകത്ത് വരുന്ന എൻറ്റയർ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇപ്പോൾ 30 കമ്പനീസ് ആണെങ്കിൽ 30 കമ്പനീസിന്റെ ഡയറക്റ്റ് സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. അല്ലെങ്കിൽ 40 ആണെന്നുണ്ടെങ്കിൽ 40 കമ്പനീസിന്റെ ഡയറക്റ്റ് സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് പോകുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്, അതായത് BSE സെൻസെക്സോ അല്ലെങ്കിൽ നിഫ്റ്റി 50യോ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിന്റെ പെർഫോമൻസിന് അനുപാതമായിട്ടായിരിക്കും നമ്മുടെ റിട്ടേൺസും ഉണ്ടാവുക. ഓർ മോർലെസ് സിമിലർ ആയിട്ടുള്ള രീതിയിൽ. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് മാനേജേഴ്സ് ചൂസ് ചെയ്യുന്നത് ഈ പറയുന്ന BSEയിലോ അല്ലെങ്കിൽ NSEയിലോ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് തന്നെയായിരിക്കും, ടോപ്പ് 500 കമ്പനീസ് തന്നെയായിരിക്കും. സോ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഡയറക്ട്ലി കമ്പനീസിന്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് പോകുന്ന അല്ലെങ്കിൽ ഡയറക്ട്ലി കമ്പനീസിന്റെ ഇക്വിറ്റീസിലോ അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലോ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഇക്വിറ്റി ഫണ്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു മ്യൂച്വൽ ഫണ്ടിനെ നമുക്ക് എങ്ങനെയാണ് ഇക്വിറ്റി ഫണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഇക്വിറ്റി ഫണ്ട് എന്ന രീതിയിൽ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ട്? അപ്പോൾ മെയിൻ ആയിട്ട് പറയാനാണെങ്കിൽ ഒരു ജനറൽ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇക്വിറ്റി ഫണ്ട് ആയിട്ട് ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇക്വിറ്റി ഫണ്ടിന്റെ അണ്ടറിലുള്ള ടാക്സേഷൻ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം 65% ആണ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിൽ ആ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് എവറി ടൈം, ഓൾ ടൈം ഉണ്ടാവേണ്ടത്. അതായത് ആ ഫണ്ടിന്റെ ലൈഫ് ടൈമിൽ നമുക്ക് ഒരിക്കൽ പോലും 65%-ന് താഴെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിൽ 65% ഇൻവെസ്റ്റ്മെന്റ് ഓൾ ടൈം ഉണ്ടായിരിക്കണം. അതാണ് ഇക്വിറ്റി ഫണ്ട്സിന്റെ ഏറ്റവും ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്രൈറ്റീരിയ എന്നുള്ളത്. എന്നാൽ ഇതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് ചില സ്പെസിഫിക് സ്കീംസ് നമ്മളിപ്പോൾ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ചില സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള, അതായത് സ്പെസിഫിക് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സോ അല്ലെങ്കിൽ ഒരു സൈസ് ബേസ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസ്. സൈസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നതൊക്കെയാണ് ഈ സൈസ് ബേസ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള സൈസ് ബേസ്ഡോ അല്ലെങ്കിൽ സ്പെസിഫിക് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസോ യൂസ് ചെയ്യുന്ന ഇക്വിറ്റി ഫണ്ട്സിൽ 80% ആണ് മിനിമം ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് അസറ്റ്സ് ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഡിവിഡൻസ് തരുന്ന കമ്പനീസിൽ മാത്രമായിട്ട് പോകുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ വാല്യൂ ഓറിയന്റഡ് ഫണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ കോൺട്രാ ഫണ്ട്സ്. ഇതെല്ലാം വാല്യൂ ഓറിയന്റഡ് എന്ന് പറയുന്നത് വാല്യൂ ഒരു സ്ട്രാറ്റജിയാണ്, വാല്യൂ സ്ട്രാറ്റജി. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. വാല്യൂവും കോൺട്രയും തമ്മിലുള്ള എന്തൊക്കെ റിലേഷൻഷിപ്സ് ഉണ്ടോ അത് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണോ എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷെ കറന്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്, സ്ട്രാറ്റജി ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഈ വാല്യൂ, കോൺട്രാ, ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട്സ് അല്ലെങ്കിൽ സെക്ടോറിയൽ ആൻഡ് തിമാറ്റിക് ഫണ്ട്സ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സെക്ടറിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി ഇൻവെസ്റ്റ്മെന്റ്സ് ആയാലും അല്ലെങ്കിൽ ഒരു തിമാറ്റിക് ആയിട്ട് മാത്രം, ഫോർ എക്സാമ്പിൾ ESG എന്ന് പറയുന്ന ഒരു തിമാറ്റിക് ആണ്. ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു തിമാറ്റിക് ആണ്. ഇന്നോവേഷൻ ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു തിമാറ്റിക് ആണ്. സോ ഇങ്ങനെയുള്ള തിമാറ്റിക് ഫണ്ട്സ്, ഇങ്ങനെയുള്ള ഫണ്ട്സിനെല്ലാം മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 80% ആണ്. അതിന്റെ റീസൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറലി 65% ആണ് പറയുന്നതെങ്കിലും ഈ ഫണ്ട്സിന് 80% ആണ് മിനിമം കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട്സിന്റെ സ്ട്രാറ്റജിയിൽ ഒരു ചേഞ്ചും നമുക്ക് വരുത്താതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫണ്ട് ഹൗസോ ഫണ്ട് മാനേജറോ നമ്മൾ ആദ്യം ഇനീഷ്യലി ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള
നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി എന്താണോ ആ സ്ട്രാറ്റജിയിൽ ഒരു രീതിയിലുള്ള എന്താണ് കള്ളക്കളികളും അല്ലെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിനിമം 80% ക്രൈറ്റീരിയ വച്ചിരിക്കുന്നത്. ഓക്കെ, അവരുടെ കോർ സ്ട്രാറ്റജിയിൽ നിന്നും തെന്നി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിന് കൂടാതെ നമുക്ക് വീണ്ടും പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മൾട്ടി ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഫണ്ടാണ്. മൾട്ടി ക്യാപ്പ് എന്ന് പറയുന്ന ഫണ്ടിനകത്ത് ഈ ഒരു 80% എന്ന് പറയുന്ന ക്രൈറ്റീരിയ അല്ല വരുന്നത്. അതിനകത്ത് വരുന്നത് 75% ആണ് ക്രൈറ്റീരിയ. അതായത് മിനിമം 75% ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൾട്ടി ക്യാപ്പിന്റെ ഒരു പ്രത്യേകത. മൾട്ടി ക്യാപ്പിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 75%-നകത്ത്, അതായത് മിനിമം 75% ആണ് പറഞ്ഞിരിക്കുന്നത്. 75%-ന് മേളിൽ എത്ര വേണമെങ്കിലും പോകാം, 100% വരെ വേണമെങ്കിലും നമുക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് പോവാം. പക്ഷെ ഏത് സമയത്തും 75% ഉണ്ടായിരിക്കണം. അത് കൂടാതെ ഓരോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലും, അതായത് ലാർജ് ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും, ഈ 3 ക്യാപ്സിലും നമ്മൾ എല്ലാ സമയത്തും മിനിമം 25% എങ്കിലും നമുക്ക് ഓരോ ക്യാപിറ്റലൈസേഷനിൽ ഹോൾഡിങ്സ് ഉണ്ടായിരിക്കണം. അതായത് സ്മോൾ ക്യാപ്പിൽ 25% ഉണ്ടായിരിക്കണം, മിഡ് ക്യാപ്പിൽ 25% ഉണ്ടാകണം, ലാർജ് ക്യാപ്പിൽ 25% ഉണ്ടാവണം. ഇത് എപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതാണ്. അതാണ് മൾട്ടി ക്യാപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇതിന് കൂടുതലായി കഴിഞ്ഞാൽ, അതായത് 75%-ന് മേളിൽ ആണ് ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് 75%-ന് മേളിലുണ്ടെങ്കിൽ അതിനുശേഷമുള്ള, അതായത് ഈ 25% ഓരോ കാറ്റഗറിക്കും അല്ലെങ്കിൽ ഓരോ ക്യാപ്പിനും കൊടുക്കണം എന്നുള്ള നിയമം പാലിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന നമ്മൾ എത്രമാത്രം ഹോൾഡിങ്സ് ഉണ്ടെങ്കിലും അത് ഫണ്ട് മാനേജറിന്റെ കൺവിക്ഷൻ അനുസരിച്ച് ലാർജ് ക്യാപ്പിലോ മിഡിലോ സ്മോളിലോ അല്ലെങ്കിൽ ഇതിൽ എല്ലാത്തിലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. പക്ഷെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിമം 25% ഈ പറയുന്ന 3 ക്യാപ്പിലും എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് ഫ്ലെക്സി ക്യാപ്പ്. അപ്പൊ നമ്മൾ എല്ലാവരും വിചാരിക്കും ഈ മൾട്ടി ക്യാപ്പും ഫ്ലെക്സി ക്യാപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള ഒരു കാര്യം. കാരണം രണ്ടിലും നമുക്കറിയാം നമ്മൾ ഏത് ക്യാപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതായത് ലാർജോ മിഡോ സ്മോളോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് വരാം എന്നുള്ളൊരു കൺസെപ്ഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൾട്ടി ക്യാപ്പിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും 25%-ന്റെ മിനിമം ഹോൾഡിങ്സ് ഈ 3 ക്യാപ്പിലും ഉണ്ടായിരിക്കണം. സ്പ്രെഡ് അക്രോസ് 3 കാറ്റഗറീസ് ആണ്, 3 ക്യാപിറ്റലൈസേഷൻസ് ആണ്. 25%, 25%, 25% എന്നുള്ള നിലയ്ക്ക് മിനിമം 75% ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്നാൽ ഫ്ലെക്സി ക്യാപ്പ് ഒരു ഇക്വിറ്റി ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് 65% ഇക്വിറ്റി ഹോൾഡിങ്സ് മതിയാവും. ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഹോൾഡിങ്സ് മതിയാവും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് 0 ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ 0 മാർക്കറ്റ് ക്യാപ് റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഇത്ര പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നുള്ള നിയമം ഇല്ല. അതായത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിനകത്ത് നമ്മുടെ മാർക്കറ്റ് വോളറ്റിലിറ്റി കൂടുന്ന സമയത്ത് നമുക്ക് 65%-ഓ അതിൽ കൂടുതലോ ആയിട്ട് നമുക്ക് ലാർജ് ക്യാപ്പിൽ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ 100% വേണമെങ്കിലും ലാർജ് ക്യാപ്പിൽ ഹോൾഡ് ചെയ്യാം. പക്ഷെ നോർമലി നമ്മൾ ഈ മാർക്കറ്റ് വോളറ്റിലിറ്റി വരുന്ന സമയത്ത് നമ്മൾ കൂടുതലും നമുക്ക് ഇത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ഫണ്ടിൽ നമ്മൾ അധികമായിട്ട് ഇക്വിറ്റി സ്റ്റോക്സ് ഹോൾഡ് ചെയ്യാൻ ചാൻസസ് കുറവാണ്. അതിന് പകരം നമ്മൾ മാക്സിമം ആ ഒരു ഫണ്ടിനെ ഇക്വിറ്റി ആയിട്ട് ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 65% ഹോൾഡ് ചെയ്തിട്ട് ബാക്കി പോർഷൻ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലോട്ടായിരിക്കും നമ്മൾ കൂടുതലും ഫണ്ട് മാനേജേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക വോളറ്റൈൽ സിറ്റുവേഷൻസിൽ. അതായത് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഹൈ വോളറ്റിലിറ്റി ഉള്ള സമയത്ത് അങ്ങനെയായിരിക്കും ചെയ്യുക. അല്ലാത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫ്ലെക്സി ക്യാപ്പിനകത്ത് 100% ലാർജ് ക്യാപ്പ് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, ഇല്ല എങ്കിൽ 100% മിഡ് ക്യാപ്പ് ഹോൾഡ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ 100% സ്മോൾ ക്യാപ്പ് ഹോൾഡ് ചെയ്യാം. എപ്പോഴും ഇത്ര പെർസെൻറ്റേജ് മിനിമം ഉണ്ടാവണം എന്നുള്ള ക്രൈറ്റീരിയ ഇല്ല. ഒരു ബുൾ മാർക്കറ്റിൽ നമ്മൾ ഒരു ഫ്ലെക്സി ക്യാപ്പിന്റെ ഒരു പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാക്ട് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ അലോക്കേഷൻ പോയിരിക്കുന്നത് മിഡും സ്മോളിനും ആയിരിക്കും. കാരണം ബുൾ മാർക്കറ്റ് വളരെ അധികം പേസിൽ മുന്നോട്ട് കയറി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് മിഡും സ്മോൾ ക്യാപ് കമ്പനീസിലുമാണ്. അതുകൊണ്ട് ഒരു ബുൾ മാർക്കറ്റ് സിനാരിയോ വരുന്ന സമയത്ത് ഫണ്ട് മാനേജേഴ്സ് കൂടുതൽ അലോക്കേഷൻസ് ഈ മിഡിലും സ്മോളിലും കൊടുക്കുന്നത് സ്വാഭാവികമാണ്. സോ ഒരു ഒരു ഇക്വിറ്റി ഫണ്ട് എന്താണെന്നുള്ളതും ആ ഇക്വിറ്റി ഫണ്ടിന്റെ
ക്വാളിഫൈ ആവാൻ, അതായത് ഇക്വിറ്റി ഫണ്ട് ആയിട്ട് അതിനെ ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്നത് എന്തൊക്കെ കാരണം കൊണ്ടാണ് എന്നുള്ളതുമാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചത്. ഞാൻ അതൊന്നും കൂടെ റീഐറ്ററേറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ജനറൽ രീതിയിൽ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഫണ്ട്സിന് ഇക്വിറ്റി ടാക്സേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇക്വിറ്റി ടാക്സേഷന് എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ട് മിനിമം 65% ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കണം. അത് ഒന്നാമത്തെ കാര്യം. ചില സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ചില സെക്ടർ ബേസ്ഡ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സൈസ് ബേസ്ഡ് ആയിട്ടോ ഉള്ള കാറ്റഗറി ഓഫ് ഫണ്ട്സ് ഉണ്ടാവും. ആ ഫണ്ട്സിന്റെയൊക്കെ മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 80% മിനിമം ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ കോർ സ്ട്രാറ്റജിയിൽ നിന്നും നമ്മൾ വേർതിരിഞ്ഞ് വേറൊരു പാതയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഈ നമ്മുടെ കോർ സ്ട്രാറ്റജീനെ തന്നെ ഫിക്സ് ചെയ്തിട്ട് ആ കോർ സ്ട്രാറ്റജീന് കംപ്ലീറ്റ് 100% നീതി പുലർത്തിക്കൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ സെബിയുടെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാറ്റഗറി ഫണ്ട്സിന് നമ്മൾ മിനിമം 80% ഇക്വിറ്റി ഹോൾഡിങ്സ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് മൾട്ടി ക്യാപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്ന സമയത്ത് മിനിമം 75% ഉണ്ടാവണം. എപ്പോഴും മിനിമം 75% ഉണ്ടാവണം. അതിൽ 3 മാർക്കറ്റ് ക്യാപ്സിൽ, അതായത് സ്മോൾ ആയാലും മിഡ് ആയാലും ലാർജ് ആയാലും എപ്പോഴും 25% മിനിമം ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് സ്റ്റോക്സ് അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് അസറ്റ്സ് നമ്മുടെ ഈ 3 ക്യാപ്പിലും ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് മേലോട്ട് വരുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, 75% മേളിൽ വരുന്ന ഹോൾഡിങ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇനി ലാസ്റ്റ് വരുന്ന ഒരു കാറ്റഗറിയാണ് ഫ്ലെക്സി ക്യാപ്പ്. ഫ്ലെക്സി ക്യാപ്പിൽ നമ്മൾ ജനറലി പറഞ്ഞ പോലെ 65% ഇക്വിറ്റി ഹോൾഡിങ്സ് മതിയാവും. അതിന് മേളിൽ പോയാലും കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും മിനിമം 65% ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഫ്ലെക്സി ക്യാപ്പിൽ ഉണ്ടായിരിക്കണം. പിന്നെ മൾട്ടി ക്യാപ്പിനെ സംബന്ധിച്ച് മൾട്ടി ക്യാപ്പുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫ്ലെക്സി ക്യാപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 മാർക്കറ്റ് ബേസ്ഡ് റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് മാർക്കറ്റ് ബേസ്ഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, മാർക്കറ്റ് ക്യാപ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇതിനകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ലാർജിലോ മിഡിലോ സ്മോളിലോ എങ്ങനത്തെ രീതിയിൽ ഏത് സ്ട്രാറ്റജിയിൽ വേണമെങ്കിലും ഒരു ഫണ്ട് മാനേജറിന് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഹോൾഡ് ചെയ്യാം. 25% ഹോൾഡ് ചെയ്യണം, ഓരോ ക്യാപ്പിലും 25% ഹോൾഡ് ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഫ്ലെക്സി ക്യാപ്പിനില്ല. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫണ്ടാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇക്വിറ്റി ഫണ്ട് എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ടാക്സേഷൻ, ഇതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് ടാക്സേഷനിൽ ഫ്രീക്വന്റ് ആയിട്ട് ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് ചേഞ്ചസ് നമ്മുടെ ടാക്സ് ലാബിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിലും ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് 10% ഉണ്ടായിരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 12.5% ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സംഷൻ, നമ്മളുടെ പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗെയിനിൽ ഉണ്ടാകുന്ന എക്സംഷൻ 1 lakh വരെയായിരുന്നു നമുക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് 1.25 lakhs വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ട്സിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം 12 months ആൻഡ് എബോവ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റ്മെന്റ് മിനിമം 12 months ആൻഡ് എബോവ് ആ പർട്ടിക്കുലർ സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് നമ്മുടെ 20% ആണ് ടാക്സ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമ്മളുടെ ഗെയിനിൽ എത്രയാണോ ഗെയിൻ ഉള്ളത് ആ ഗെയിൻ നമ്മൾ 12 monthsനകത്ത് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20% ആണ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. സോ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഇക്വിറ്റി ഫണ്ട്സിനെ റിലേറ്റഡ് ആയിട്ടാണ്. ഞാൻ ആക്ച്വലി ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനെ കുറിച്ചും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിനെ കുറിച്ചും അത് മാത്രമല്ല ബ്രോഡർ ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സിലുള്ള ടാക്സേഷന്റെ കാര്യങ്ങളെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഞാൻ അത് ചെയ്യും. താമസിക്കാതെ തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. എന്തായാലും ഫോർ നൗ ഐ എം വൈൻഡിങ് അപ്പ്. എല്ലാവരും എന്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ക്രിട്ടിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് എനിക്ക് അത് കമന്റ്സിൽ നിങ്ങൾ കൊടുക്കുക. എന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം നന്നാക്കാൻ പറ്റും അത്രത്തോളം ഞാൻ നന്നാക്കാൻ ശ്രമിക്കും. ആൻഡ് താങ്ക് യു. കീപ് സപ്പോർട്ടിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.